വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വീറിൽ സ്പീക്കറിന്റെ ഡയസിന് മുന്നിൽ കുതിച്ചെത്തിയ പ്രതിപക്ഷത്തെ ഒറ്റ വാക്കുകൊണ്ട് തളച്ചിടുന്ന തിരുവഞ്ചൂരിനെയാണ് സഭയിൽ കണ്ടത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് തിരിവ ഏർപ്പെടുത്തിയ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ പ്രതിരോധത്തിലാക്കുന്ന ഇടതുപക്ഷം ഒന്നോർക്കണം, നിങ്ങൾ കൊണ്ടുവന്ന നയമാണ് ഇതെന്ന്. എന്തായാലും സഭയിൽ ഇത് പറഞ്ഞ് കലുതുള്ളി പ്രതിപക്ഷം എത്തിയപ്പോൾ അതിനെ തിരുവഞ്ചൂർ നേരിട്ട രീതി വ്യത്യസ്തമായിരുന്നു. നിങ്ങൾ എത്ര കിടന്ന് തുള്ളിയിട്ടും കാര്യമില്ല, ഞാൻ വാച്ചാൻ വാർഡിനെ വിളിക്കില്ല. തങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണെന്നും സഭയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ അവരോട് പറഞ്ഞു. മുൻപ് പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സഭ കൂടുന്ന സമയത്ത് പ്രതിപക്ഷം ഒന്ന് കസേരയിൽ നിന്ന് അനങ്ങിയാൽ പോലും വാച്ചാൻ വാർഡിനെ വിളിക്കുന്ന ഒരു സ്പീക്കറെ നമ്മൾ കണ്ടു ശീലിച്ചിരുന്നു. എന്നാൽ താൻ അത്തരത്തിലുള്ള സ്പീക്കർ അല്ല എന്നാണ് തിരുവഞ്ചൂർ ഇവിടെ വ്യക്തമാക്കുന്നത്. വാച്ചാൻ വാർഡിനെ ഇറക്കി ആക്രമിക്കുന്നു എന്ന കഥ പുറത്ത് പറഞ്ഞ് ആളാവാനായിരുന്നു CPM നീക്കം. എന്നാൽ ആ നീക്കത്തെ എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ചോളനാണ് തിരുവഞ്ചൂർ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ മര്യാദക്ക് പോയിരിക്കണം, എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല എന്ന അദ്ദേഹത്തിന്റെ ആക്രോശത്തിന് മുന്നിൽ നാണം കെട്ടിയിരിക്കുന്ന പിണറായിയെ നമുക്ക് സഭയിൽ ഒന്ന് കാണാം. ബഹളങ്ങൾക്കിടയിലും സഭാ നടപടികൾ തുടരുവാനും അടുത്ത വിഷയത്തിലേക്ക് കടക്കുവാനും സ്പീക്കർ നിർദ്ദേശം നൽകി. CPMന് ഒറ്റവാക്കിൽ നാറ്റിച്ചു തീർത്ത സ്പീക്കറിന്റെ ആ വീഡിയോ ചേർക്കുന്നു, കാണാം. നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ, എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാൻ വാർഡിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്, നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ചതിക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് പ്ലീസ് സഹകരിക്കൂ, സഹകരിക്കൂ, സഹകരിക്കൂ പ്ലീസ്. പ്ലീസ് എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പോ ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്, പ്ലീസ് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. Please, please resume your seat, please. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പോകൂ, അടുത്ത വിഷയത്തിലേക്ക് കിടക്കണം. പ്ലീസ് പ്ലീസ്. ഇന്നും നാളെ ചർച്ച ചെയ്താൽ മതി. ഇന്നും നാളെ ചർച്ച ചെയ്യാൻ സന്ദർഭമുണ്ടല്ലോ. സാർ